ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വലിയ കംബാക്കോട് കൂടി നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ. ആ സമയത്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറയാനുണ്ടാവും, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് സിനിമയിൽ പുള്ളിക്കാരൻ നടത്താൻ പോകുന്ന ഏറ്റവും വലിയ കംബാക്ക് ആവാൻ വലിയ സാധ്യതയുള്ള സിനിമയാണ് ബബ്ബബ്ബ. അതിന്റെ മുമ്പ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൊബൈൽ ചെറുത്തൊന്ന് കംപ്ലൈന്റ് ആയി. വീഡിയോ എടുക്കുന്ന പരിപാടികളൊക്കെ ഒന്ന് കട്ടായി കിടക്കാണ്. അതാ 2-3 ദിവസം വീഡിയോ ഇല്ലായിരുന്നത്. അപ്പോൾ അത് വൈഫിന്റെ മൊബൈലിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇനി വീഡിയോ ഇടുന്നത്. ഏകദേശം 2-3 ആഴ്ചത്തോളം അതങ്ങനെ ആയിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ വലിയ കംബാക്ക് നടത്തുന്നതായിരിക്കും, ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കി ചെയ്യുന്നതായിരിക്കും. അതുവരെ മിക്കവാറും 90% വീഡിയോസും ഇനി കാറിൽ നിന്നായിരിക്കും. സോ മറ്റൊരു സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ് വരരുത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ദിലീപേട്ടൻ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്ന സംഭവമാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് കുറച്ച് ചൊറ പരിപാടികൾ വന്നു. അങ്ങനെയാണ് ഇത് ലേറ്റ് ആയത്. ഇപ്പം 51 മിനിറ്റായി ഇപ്പം ഞാൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് വീഡിയോ വന്നിട്ട്. അപ്പോഴേക്കന്നെ 87,743 വ്യൂ ഇതിന് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് 49 സെക്കൻഡാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ബബ്ബബ്ബ ട്രെയിലർ, ദിലീപ്, മോഹൻലാൽ, ഗോകുലം ഗോപാലൻ, വിനീത്, ധ്യാന്, ധനഞ്ജയ് ശങ്കർ, ഇവരൊക്കെയാണ് ഇതിന്റെ പരിപാടികൾ. ഇനി ഇതിലേക്ക് ജസ്റ്റ് നമുക്ക് നോക്കേണ്ടതിന്റെ മ്യൂസിക്കാണ്. ഷാൻ റഹ്മാൻ തന്നെയാണ് ചെയ്യുന്നത്. കുറേ ആളുകൾ പറഞ്ഞു ഷാൻ റഹ്മാൻ പിന്മാറി. നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിരുന്നു. വരുന്നത് ഗോപി സുന്ദറാണെന്നൊക്കെ പറയുന്നത്, പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഷാൻ റഹ്മാൻ തന്നെയാണ്. എന്തായാലും ദി മോസ്റ്റ് പോയോ ഓക്കെ, അത്രയും നമ്മൾ കാത്തിരിക്കുന്ന ട്രെയിലറിലേക്ക് നമ്മൾ കിടക്കുകയാണ്. റെഡി. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണും. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. അത് മോഹൻലാൽ. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തന്നെമത്ത കെട്ടിയുമ്പോൾ I will take you to the miraculous universe of the most wanted person you're searching for. ഇത് ഞാൻ കലക്കും. അഡ്വക്കേറ്റ് മുകുന്ദനാണ്. വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർക്കുളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ മിന്നി മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർട്ടനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സത്യം താൻ കടമേ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരു1.5 കാണിക്കോയ്. മതിയാണ്. മതിയാ. അത് നൈസായിട്ടോ. இந்த നട പോതുമ്പോ ഇന്നും കൊഞ്ചം വേണുമോ. അയ്യോ, ലാലേട്ടൻ പൊളിക്കൂട്ടോ ഇതില്. ഒന്ന് പുള്ളിക്കാരൻ ഒരു വൈബ്, മീൻസ് ആ ഒരു സാധനം പിടിച്ചു ചെയ്യണ പോലെ നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വെറുതെ വന്നിട്ട് എന്തെങ്കിലും കാണിക്കില്ല. ചില ക്യാരക്ടറുണ്ട് നമ്മളിങ്ങനെ ആടി തിമിർക്കുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ലാലേട്ടൻ്റെ ഒരു കഥാപാത്രമാകാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ആൻഡ് മുടി, സ്റ്റൈല്, ലുക്ക്, നോട്ടം, രണ്ടുമുള്ള സിഗരറ്റ് വെച്ചുള്ള വണ്ടിയുള്ള പോക്ക്, മീൻസ് ഏത് വണ്ടി, ഗില്ലി, ആ വണ്ടിയിൽ ആ ജിപ്സിയിലുള്ള പോക്ക്, അങ്ങനെ എല്ലാം ഭയങ്കര രസമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതിന്റെ കമന്റ്സ് നോക്കിയാൽ തന്നെ അത്യാവശ്യം മോഹൻലാലിന്റെ കാര്യങ്ങൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ 10 വട്ടം കണ്ടു. 18-ന് OG ആൻഡ് ജനപ്രിയൻ ഷോ തന്നെ കാണാം. അവർ രണ്ടുപേരും ഒന്നിച്ചാൽ ബ്ലാസ്റ്റ്. ലാലേട്ടൻ ഫാൻസ് ഉണ്ടോ ഇവിടെ? ഉണ്ടാവുന്നോ? ഇന്ത നട പോതുമോ ഇന്നും കൊഞ്ചം വേണുമാ. ശിവനും ശക്തിയും ചേർന്നാൽ മാസട അടിസക്കെ. പഴയ മമ്മൂക്ക ലാലേട്ടൻ വോക്ക്, സ്ലോ മോഷൻ സാധനം എനിക്ക് ഉദ്ദേശിച്ചത് അല്ലേ. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ, അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ. ഓക്കെ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, പക്ഷെ അതിപ്പോ പറയാൻ പറ്റില്ല. എപ്പിക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അതാകട്ടെ അതുപോലെ മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ആ സാധനം കാണാൻ ലുക്കില്ലെന്നുള്ളൂ, പക്ഷെ ഭയങ്കര ബുദ്ധിയാണ്. അതുപോലെ സോഡ, ആ പൊട്ടിക്കണ സാധനം, അങ്ങനെ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു പക്ക ദിലീപ് പടം വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കോമഡിയും സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള, എന്നാൽ ദിലീപേട്ടൻ ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടില്ലാത്ത
അത് ദിലീപേട്ടൻ ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടുള്ള രീതിയിൽ ഇദ്ദേഹം ഇതിൽ പ്രസന്റ് ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇവർ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ തന്നെയാണ്, ഇതുവരെ വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ക്യാരക്ടറാണെന്നൊക്കെ. അത് അങ്ങനെ തന്നെ ആകട്ടെ. ഈ പറഞ്ഞ പോലെ ആ ഒരു സമയത്തിന് വേണ്ടിയാണ്, എൻ്റെ കംബാക്കിന് വേണ്ടി ഞാൻ കാത്തിരുന്നതിൽ പറയുന്ന പോലെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ എല്ലാം കൊണ്ടും വിജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനെക്കുറിച്ച് പല തർക്കങ്ങളുണ്ടാവും, ബട്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ബട്ട് പറയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറയാണ്, എല്ലാ കാര്യം കൊണ്ടും വിജയിച്ചിരിക്കുന്ന സമയമാണ്. ഈ സിനിമയിലൂടെ കംബാക്ക് അടിച്ചാൽ പിന്നെ പുള്ളിനെ തൊട്ടാൻ കിട്ടൂല, അത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ദിലീപ് ഫാൻസ് അതൊരു പവർ തന്നെയാണ്. ഈ മമ്മൂക്ക ഫാൻസ്, ലാലേട്ടൻ ഫാൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു പക്ഷേ അതിനോട് ഈക്വലി നിൽക്കുന്ന പോലെ തന്നെ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. പലപ്പോഴും ഒരു പടി മുകളിലേക്ക് കയറുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ ഇവർ പെർഫോം ചെയ്യാറുണ്ട്, ഐ മീൻ ഫാൻസ്. സോ അവരുടെ ഒരു കട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ദിലീപേട്ടൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ഒരു അസറ്റാണെന്ന് വേണ്ടി പറയേണ്ടി വരും. സോ അവരും കട്ടക്ക് നിൽക്കുക, പടം ഒരു അറ്റ്ലീസ്റ്റ് എബോ ആവറേജ് എങ്കിലും ഫീൽ ചെയ്യുക, പിന്നെ പുള്ളിനെ തൊട്ടാൽ കിട്ടില്ല. കംബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വൻ കംബാക്ക് ആയിരിക്കും. അതാണ് ദിലീപ്, നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല, അമ്മാതിരി മനുഷ്യനാണ്. ഇനി വരാൻ പോണത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇത് ഹിറ്റാണെങ്കിൽ ദിലീപ് യുഗമായിരിക്കാം. ഹിറ്റാണെങ്കിൽ നോക്കാം, കാത്തിരുന്ന് കാണാം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. തുടരുക, കാണുന്നവരെ